15 പവനോളം സ്വർണം ലഭിച്ചിട്ടുണ്ട്. നടക്കൽ നിന്ന് എത്തിയ കുട്ടികൾക്ക് ലഭിച്ച ബാഗ് സ്ഥലം സന്ദർശിക്കാൻ എത്തിയ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയെന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അതേറെ ദാരുണമായൊരു വാർത്തയായിരുന്നു. 2 വർഷം ആയിട്ടുള്ളൂ ആ വീട് നിർമ്മിച്ചിട്ട്. മകനാണെങ്കിൽ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അമ്മയ്ക്കും മകനുമല്ലേ. ഏറെ കരളലിയിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്നലെ രാവിലെ വന്നത്. വിനീത, അത് തന്നെയാണ്, വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലാണ്. ഇപ്പോഴും ഇവിടെ മഴ തോർന്നിട്ടില്ല എന്നുള്ളത്. അത് ഉച്ചയോടുകൂടി ആരംഭിച്ച മഴയാണ്. അത് ഇപ്പോഴും തോർന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഈരാറ്റുപേട്ട മോൾ ഭാഗമാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള 30 ഏക്കറായാലും ശരി, ഈ പനയാൽ തോട്ടമായാലും ശരി, ഇവിടെയൊക്കെ തന്നെ ഉള്ളത് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത് വളരെ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ ആശങ്ക വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലും ചില നല്ല മനസ്സുകൾ, ചില നല്ല ആളുകളുടെ വാർത്തകൾ കൂടി അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നടക്കൽ എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ട നഗരത്തോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടെ നിന്നും കുറച്ചധികം ദൂരം, അതായത് 10-15 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ഉരുൾപൊട്ടിയ സ്ഥലമുള്ളത്. അവിടേക്ക് ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് എത്തിയ യുവാക്കൾക്കാണ് ഇത്തരത്തിൽ ഈ ചെളിയിൽ കുതിർന്ന ഒരു ബാഗ് കിട്ടുന്നത്. ആ ബാഗിനുള്ളിൽ സ്വർണ്ണമായിരുന്നു. പക്ഷേ ആ യുവാക്കൾ അത് കൃത്യമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ, തീക്കോയ് പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ വളകളും മാലയും അടക്കം 15 പവന്റെ സ്വർണ്ണമാണ്. അതായത് ആ മരിച്ച റജീനയുടെ അല്ലെങ്കിൽ അതിനുള്ളിൽ അവരുടെ സ്വർണ്ണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 2 ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിരുന്നു. റജീനയും ഒപ്പം തന്നെയും മകനായിട്ടുള്ള ജോസഫിനും. ഈ 2 ജീവനുകളും അവിടെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്